ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എക്സ്പ്ലെയിൻ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇമൻസ് ഇൻഷാഡിൻ്റെ എപ്പിസോഡ് 11 ആണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, കാര്യം കഴിഞ്ഞ വീഡിയോയിൽ മിക്കവരും ലൈക്ക് ഇട്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇമൻസ് ഇൻഷാഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ഷാഡോനെ കാണിക്കണം. അപ്പോൾ ഷാഡോ അവൻ്റെ ആഗ്രഹം നമ്മുടെ അടുത്ത് പറയുകയാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഹോട്ട് സ്പ്രിങ്ങിൽ എനിക്കൊന്ന് കുളിക്കണം. ഞാൻ ഹോട്ട് സ്പ്രിങ്ങിൽ ഹീറോ കയറുമ്പോഴാണ് അവിടെ അലക്സിനെ കാണുന്നത്. അലക്സി അവനെ കണ്ട് നെട്ടിത്തെറിച്ചിരിക്കുകയാണ്. നിന്റെ കയ്യിൽ ഞാൻ വെട്ടിയത് ഹീലായോ? അപ്പോഴാണ് ഹീറോ റിപ്ലൈ കൊടുക്കുകയാണ്, അതൊക്കെ ഹീലായി. അതുപോലെ നിനക്ക് ഞാൻ ഒരു വെട്ടുകൂടെ തരണമായിരുന്നു. ആ വെട്ടിൽ നീ മരിച്ചു വരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നേനെ എന്ന് അലക്സി അവനോട് പറയാണ്. കില്ലിംഗ് മെഷീൻ ആദ്യമാണ് എൻ്റെ അടുത്തൊരു കാലം പറഞ്ഞ് അഭിനന്ദിക്കുന്നത്. എന്ത് നീനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് അലക്സി അവനോട് ചോദിക്കുകയാണ്. ഹേയ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അലക്സി അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്ന്? അപ്പോഴാണെങ്കിൽ അവൻ പറയാണ്, ഈ ഒരു സിറ്റിയിലെ ഗോഡ്സിന്റെ ട്രയൽ നടക്കുകയല്ലേ, അപ്പൊ അത് കാണാൻ വേണ്ടിയും അതിന്റെ ഗസ്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിരിക്കട്ടെ, നീ എന്തിനാ വന്നത് ഇവിടെ? അത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ് എന്ന് അലക്സി അവനോട് പറയാണ്. ഗോഡ്സിന്റെ ട്രയൽ നടപ്പുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട്. അതും ഇന്നാണെന്നാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. വർഷവും ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചിലത്തെ ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ആ ഒരു ഓപ്പോണന്റ് ഒന്ന് നിൽക്കുമ്പം അതിന് വേർത്തിലുള്ള വേറൊരു ഓപ്പോണന്റ് അവിടെ സ്പോണായി വരും. ആ ഒരു ഓപ്പോണന്റ് ആയിട്ടായിരിക്കും അയാൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനെ പറ്റിയായിരിക്കും ആൽഫേൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിന്റെ മുഖം കാണുമ്പം നീയും അതിൽ മത്സരിച്ച് തോക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിനക്ക് ചേരാൻ പറ്റില്ലല്ലോ, കാരണം അതിന്റെ രജിസ്ട്രേഷൻ ഇന്നത്തോടെ കഴിഞ്ഞല്ലോ. അത് ശരിയാ, ഇല്ലെങ്കിൽ ഞാനും ചേർന്ന് നിന്നെ നെട്ടിച്ചേനെ എന്ന് ഹീറോ പറയാണ് അവളോട്. ആ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഏൻഷ്യനിലത്തെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോണൻസ് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഈ ഒരു മത്സരത്തിൽ എന്റെ കാഴ്ചപ്പാടിൽ വെറും 10 പേര് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ പല ലോകത്തിൽ നിന്ന് പല രാജ്യത്തിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ വെറും 10 പേര് മാത്രമേ എന്റെ കാഴ്ചപ്പാടിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ, ജയിക്കാൻ ചാൻസ് ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മത്സരത്തിൽ വെനം എന്ന് പറഞ്ഞ ഒരു പോരാളിക്ക് എതിരേറ്റ് വന്നത് ദ ഗ്രേറ്റ് ഒളിവർ ആയിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, അതിന് എന്ത് പറ്റി? ആ വെനം അവനെ തോപ്പിച്ചോ? ഇല്ല, അതൊന്നും എനിക്ക് അറിയില്ല, കാര്യം അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്ന് അലക്സി അവനോട് പറയാം. ഇതിനെക്കാട്ടി നല്ല നിനക്ക് പറയായിരുന്നോ എന്ന് ഹീറോ അവനെ മനസ്സിൽ പറയാണ്. അപ്പോഴാണെങ്കിൽ അവള് പറയാണ്, നിന്റെ അടുത്ത് ഒരുപാട് കാര്യം എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വേറെ ഒരാൾക്കും അറിയില്ല എന്നും പറഞ്ഞ് അലക്സിയ ഇന്നലെ ആ ഒരു മ്യൂസിയത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഹീറോയ്ക്ക് അതൊക്കെ നേരത്തെ അറിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നിനക്ക് ഞാൻ പറഞ്ഞുതരാൻ പറ്റില്ല. നീ വേണമെങ്കിൽ ഈ മത്സരത്തിൽ ചേര്. ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഈ ഫോമിൽ എഴുതി തരാം, അതിന്റെ ഒട്ടും ആവശ്യമില്ല, നിനക്ക് ഞാൻ തരാം, നീ ജയിച്ചിട്ട് വാ, നീ നിന്നെ കൊണ്ട് പറ്റുമെന്ന് അവളെ കുറെ അവനെ പ്രവോക്ക് ചെയ്ത് നോക്കുകയാണ്. തൽക്കാലത്തേക്ക് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ഹീറോ അവളോട് പറയാണ്. അല്ല, നീ കുളിക്കുമ്പോൾ നീ അപ്പുറത്തുള്ള ആൾക്കാരെ നോക്കാറില്ലേ എന്ന് അലക്സിയ അവനോട് ചോദിക്കുകയാണ്. ഇല്ല, ചെറുപ്പം തൊട്ടേ ഞാൻ പഠിച്ചൊരു ശീലമാണ്, കുളിക്കുമ്പോൾ വളരെ കൂളായിട്ട് കുളിക്കണം, അല്ലാതെ മറ്റുള്ളവർ വായി നോക്കിയല്ലേ കുളിക്കേണ്ടത് എന്ന് ഹീറോ അവളോട് പറയാണ്. ഓക്കെ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവള് ഹീറോനെ കുറെ പ്രാവശ്യം ട്യൂണയെ നോക്കണം, പക്ഷെ ഹീറോ അതൊന്നും വീഴുന്നില്ല. അപ്പോൾ ഹീറോ അവളോട് പറയാണ്, ഫസ്റ്റ് നിന്റെ എക്സ്കാലിബർ നോക്കുന്നത് നിർത്താവോ? അപ്പോഴെങ്കിൽ അവള് പറയാണ്, എക്സ്കാലിബറോ? നിന്റെ എക്സ്കാലിബർ എന്ന് പറയുമ്പോൾ നിന്റെ കത്തി അതിനൊട്ട് മൂർച്ചയില്ലെന്ന് എനിക്കറിയാം, ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് ഹീറോ അവളോട് പറയാണ്. എന്ന് പറഞ്ഞ് ഹീറോ ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. അത് കേട്ട് അലക്സി വരെ നെട്ടി പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് മറ്റേ മത്സരം നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കിളവ് വന്നിട്ട് ആ ഒരു മത്സരത്തിനെ പറ്റി കുറെ പ്രസംഗം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു മൈറ്റി ഗോഡ് നമ്മളുടെ ഗ്രേറ്റ് ഒളിവറിന് കുറച്ച് പവേഴ്സ് കൊടുത്തു. അത് എന്തിനാന്ന് വെച്ചാൽ ദ ഡിയോബ്ലോസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഡീമണെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനുശേഷം ദ ഗ്രേറ്റ് ഒളിവർ ആ ഒരു ഡീമണെ കൊല്ലുകയും ആ ഒരു ഡീമന്റെ കയ്യിൽ ഒരു സ്റ്റാമ്പ് വെക്കുകയും ഈ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് ആ ഗ്രേറ്റ് ഒളിവറിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ ടീംമേറ്റ്സ് ഉണ്ട്. ആ ടീംമേറ്റ്സിന്റെ സ്റ്റുഡൻസ് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത്ര ഗ്ലിസിങ്ങും വേർത്തി ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇവിടെ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ അലക്സി അയാളെ വല്ലാതെ നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. എന്ത്, നമ്മളുടെ റോയൽ ഫാമിലി ഓഡിറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തോ? അതെ, നമ്മൾ ക്യാൻസൽ ചെയ്തു, കാരണം നിങ്ങളെ റോയൽ ഫാമിലി നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ചെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഫാമിലി നന്നായിട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. പ്രിൻസസ് അലക്സിയ, നിങ്ങൾ എന്തായാലും ഇവിടെ വന്നില്ല, നിങ്ങൾ ഇവിടെ ഒരു മത്സരം കണ്ടിട്ട് പൊക്കോ. നിങ്ങൾ ഒന്നും കൂടെ ഒരു ഓഡിറ്റ് റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. മിക്കവാറും ആ ഒരു ഓഡിറ്റ് നിങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരേണ്ടി വരും, കാര്യം നമ്മളുടെ ഓഡിറ്റ് ചെക്ക് ചെയ്യാൻ പോയ ആൾക്കാർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സോ ഇത്ര ദൂരം നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഈ മത്സരം കണ്ടു ഭയങ്കര സന്തോഷമായി നമുക്ക് പിരിയാം എന്ന് അയാൾ പറഞ്ഞ കാര്യം അവൾ ആലോചിച്ച് നോക്കിയാണ് അവിടെ. ഞാൻ അഥവാ എൻ്റെ ക്യാപിറ്റലിൽ പോയിട്ട് ഒരു ഓഡിറ്റും കൊണ്ട് തിരിച്ചിവിടെ വരുമ്പോഴേക്കും ആ ഒരു അയാളുടെ കള്ളത്തരൊക്കെ നന്നായിട്ട് ചെയ്ത് വെച്ചേക്കും. റോയൽ ഫാമിലിയും ഇവരുടെ ഫാമിലിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, ഇപ്പൊ ഞാൻ കാരണം ആ ഒരു ബോണ്ട് തെറ്റിക്കുന്നില്ല. അങ്ങനെ അലക്സിയ അങ്ങോട്ടും ഇങ്ങോട്ടും നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. റോസ് റോസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഈ സ്റ്റോറി റൈറ്റർ നമ്മൾ റോസ് അവിടെ വന്നിരിക്കുന്നത്. അവളുടെ അൺഒഫീഷ്യൽ പേര് റോസ് എന്നും പിന്നെ അവളുടെ സ്റ്റോറി റൈറ്റിംഗ് പേര് എന്താന്ന് വെച്ചാൽ നട്സുമേ കാറ്റ്ക എന്നാണ്. ഇവളെ കണ്ടാലറിയാം ഇവക്ക് നല്ല പോസിറ്റീവ് മൈൻഡാണ്, പക്ഷേ ഇവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല എന്ന് അലക്സിയ ഇവളെ പറ്റി ആലോചിച്ച് നോക്കിയാണ്. റോസ് നടത്തുന്ന കണ്ടിട്ട് അലക്സിയ ചെറുതായി ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അപ്പോഴാണ് ഈ റോസിന്റെ ഫാൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് അലക്സിനെ കാണുമ്പോൾ തിരിച്ച് റോസ് വലിച്ച് പറയാണ്, ഞാൻ നിൽക്കുന്ന മറന്നുപോയോ എന്ന് പറഞ്ഞിട്ട് അലക്സിയുടെ ഫാൻസിനെയും റോസിന്റെ ഫാൻസ് ആക്കി മാറ്റുകയാണ്. എന്റെ റോസ് അവിടെ മനസ്സിൽ പറയാണ്, നിന്നെ ഒരിക്കലും പൊറുക്കൂലടി, കാരണം ലോർഡ് ഷാഡോ നീ ചതിച്ചവളാണ്. നിന്റെ സ്ഥാനത്ത് ഞാൻ വല്ലായിരിക്കണം, ലോർഡ് ഷാഡോനെ പൊന്നുപോലെ നോക്കിയതിനെ, പക്ഷെ നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായി പോയി. ലോർഡ് ഷാഡോ അഞ്ഞിനെ ഒരു പെണ്ണുങ്ങളടുത്ത് മിണ്ടാൻ പോവാറില്ല, ഫ്രണ്ട്സ് ആക്കാറും ചാൻസ്
മനസ്സില്ല. പക്ഷെ ഇവളടുത്ത് അങ്ങോട്ട് വേണ്ടാൻ പോയപ്പോൾ ഇവക്ക് അഹങ്കാരമായിരുന്നു. നീ എന്നെ പറ്റി എന്തേലും പറഞ്ഞോ എന്നും പറഞ്ഞിട്ട് അവള് റോസിന്റെ കാലിൽ ചവിട്ടി മെതക്കുകയാണ്. പ്രിൻസസ് അലക്സിയ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ല പക്ഷെ നീ എന്നെ പറ്റി എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അവളെ കാലിൽ വീണ്ടും അലക്സിയ ചവിട്ടി മെതക്കുകയാണ്. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ പിറകിന്ന് അലോവ എല്ലാം ഫൈറ്റും കാണുന്നുണ്ട്. ഓക്കെ, എല്ലാം റെഡി ആക്കിയോ, ഗോഡ് ഫൈറ്റിംഗ് ഇപ്പൊ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് എന്നും പറഞ്ഞിട്ട് അയാളെ കാല് വെച്ച് ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ കുറെ മാജിക് നടന്നതിന് ശേഷം ഒരാൾ അവിടെ വരികയാണ്. ഫസ്റ്റ് ഒപ്പോണ്ട് ആരാന്ന് വെച്ചാൽ ആരോവാന കിണ്ടത്തിലെത്ത ഏറ്റവും വലിയ പോരാളി എന്നും പറഞ്ഞിട്ട് അവിടെ ഒരുത്തം വരികയാണ്. ഈ ഒരു മത്സരത്തിൽ ഒരു ഏൻഷ്യൻ ആൾ പോലും മരിച്ചില്ലെങ്കിൽ ഈ ഒരു മത്സരം നിൽക്കില്ല. കാരണം കഴിഞ്ഞ വർഷവും ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെങ്കിലും മരിച്ചാൽ മാത്രമേ ഈ മത്സരം കഴിഞ്ഞിട്ട് ആൾക്കാർ വെളിയിൽ പോകാറുള്ളൂ, ഇല്ലെങ്കിൽ ആരും വെളിയിൽ പോവില്ല. ഓ ശരിക്കും നീ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മരിച്ചിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാൾക്കാരെ മോളിൽ സംസാരിക്കുന്ന കാര്യം ഹീറോ കേൾക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഏൻഷ്യൻ പേഴ്സൺ ഒരാൾ തോപ്പിക്കുകയാണെങ്കിൽ അയാൾക്കൊരു മെഡാലിയം കിട്ടും. ആ ഒരു മെഡാലിൽ നിന്ന് വെച്ചാൽ ആ ഒരു മെഡാലും വെച്ച് നിങ്ങൾക്ക് ഡാർക്ക് നൈറ്റഡ് ആയിട്ടുള്ള ഏത് സിറ്റി ആണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും പോകാം. ഞാനിപ്പോൾ ഒരു എമിനൻസ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ എനിക്ക് നാളെ തോപ്പിച്ച് ഒരു മെഡാലിയം കൈക്കലാക്കിയാണ്. പക്ഷേ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടറായിട്ട് അഭിനയിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അപ്പോഴാണെങ്കിൽ അവിടെ ഒരാൾ എന്ന് പറയുമ്പോൾ ഒരു ഒപ്പോണന്റ് അവിടെ വരുന്ന എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഇനി വരുന്ന പ്ലേയേഴ്സിന് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. കാര്യം ഹീറോ അവൻ്റെ എമിനൻസിനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ ഒറ്റടിക്ക് കൊന്നേനെ. അതിനുശേഷം കുറെ പ്ലേയേഴ്സ് ഒന്ന് വന്ന് പാർട്ടിസിപ്പേറ്റും ചെയ്ത് തോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഹീറോ കണ്ടോണാണ് ഇരിക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. കുഴപ്പമില്ല, ഇത് കുറച്ച് ബോറിംഗ് ആണെങ്കിൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റൂലെങ്കിലും പോലും വെളിയിൽ എൻ്റെ പിള്ളേർ എൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പം ആ ഒരു സിറ്റി മൊത്തം ഡെൽറ്റയും ഗാമയും ആൽഫയും അവർ ജോലി ചെയ്യുന്നുണ്ട് സീക്രട്ടായിട്ട് നിന്നിട്ട്. അതിനുശേഷം ആ ഒരു മത്സരത്തിൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു വേരിയറിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഹണി റോസിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടുള്ള സിറ്റ് കാഗനോ ആണ് എന്ന് പറയാണ്. എന്ത് ഏൻഷ്യൻ വേരിയർ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണോ? അവ അത്രയും സ്ട്രോങ്ങർ ആണോ? സ്വന്തം കഴിവുകൾ മറ്റുള്ളവരെ അറിയാൻ മാത്രമേ നല്ല ബ്രൈറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ കാണാൻ പറ്റുള്ളൂ എന്ന് അലോവ അവൾ സ്വയം പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അലോവയാണ് അവന്റെ മത്സരത്തിൽ ആഡ് ചെയ്തത്. എനിക്കിപ്പം രണ്ട് ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ ഒരു മത്സരത്തിൽ ചേർന്നിട്ട് അയാളെ തോപ്പിക്കാം. പക്ഷേ ഞാൻ അയാളെ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആരാണെന്ന് എല്ലാവരും അറിയും. സെക്കൻഡ് ഓപ്ഷൻ, ഇവിടെ നിന്ന് തന്നെ ഓടി പോകാം. പക്ഷേ ഞാൻ ഓടി പോവുകയാണെങ്കിൽ എന്റെ അക്കാഡമി തന്നെ ചവിട്ടി പുറത്താക്കും. അതും പോലെ എന്റെ അനിയത്തി എന്നെ വെറുതെ വിടില്ല, എന്നെ എപ്പോഴും കൊന്നുകൊണ്ടിരിക്കും. പക്ഷേ തേർഡ് ഓപ്ഷൻ അത് കുറച്ച് വളരെ സ്റ്റണ്ണിങ് ആണ് എന്ന് പറയാണ് ഹീറോ. അപ്പോൾ അവിടെ കാണാൻ നിൽക്കുന്ന ആൾക്കാരെല്ലാം പറയാണ് ആ ഹൈസ്കൂൾ സ്റ്റുഡന്റ് ഫൈറ്റ് ചെയ്യാൻ വരില്ല. അപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ ഒരു ലൈറ്റ് പ്രകാശം വരികയാണ്. ഇത് തന്നെ സംഭവിക്കും, ഞാൻ ഫയർ വർക്സിനൊന്നും ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ എന്നാ കിളവൻ പറയാണ്. തേർഡ് ഓപ്ഷൻ അതെന്താന്ന് വെച്ചാൽ എല്ലാത്തിലും കുഴപ്പത്തിലാക്കിയതിനു ശേഷം ഞാൻ മത്സരത്തിൽ ഇറങ്ങാം. ഒരു തീ കണ്ടാൽ എല്ലാവരും തീ നോക്കും, പക്ഷെ ആ തീ എന്നെ വന്നൊന്നും മാത്രം ആരും നോക്കില്ല. ഇത് അവൻ തന്നെയാണ് ഷാഡോ. അപ്പൊ ഷാഡോ അവൻ എൻട്രോ കൊടുക്കുകയാണ്. എന്റെ പേര് ഷാഡോ എന്നാണ്, നിഴലിൽ നിന്നും അനീതിക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തി. അപ്പോഴാണെങ്കിൽ മറ്റേ കിളവൻ ഒരാളത് എന്തോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ കിളവൻ പറയാണ് നിന്റെ കാര്യം തീർന്നടാ മോനെ, ഇപ്പൊ വരാൻ പോകുന്ന ആളുടെ മുമ്പിൽ നീ വെറും ഒരു എലിയാണ്, കാരണം അയാളുടെ പവറിൽ നീ ചത്തുപോടാ മോനെ എന്നാ കിളവൻ അവനെ പറ്റി പറയാണ്. അപ്പോഴാണെങ്കിൽ ഹീറോ അവന്റെ സ്വോർഡ് പൊക്കിയതിനു ശേഷം അവന്റെ മൊത്ത പവർ അവിടെ അവൈക്കൺ ചെയ്യാൻ തുടങ്ങിയാണ്. അവന്റെ മൊത്ത പവർ അവൈക്കൺ ചെയ്യുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വരികയാണ്. ആ ഒരു പെൺകുട്ടി കണ്ടിട്ട് എല്ലാവരും പറയാണ് ഇത് ഒരു ആപത്തിലേ വന്ന് തീരുള്ളൂ. ആ ഒരു പെൺകുട്ടി കണ്ട റോസ് പറയാണ് ഇത് മിസ് അറോറയാണ്. അപ്പോഴാണെങ്കിൽ അവിടെ എല്ലാവരും ചോദിക്കണം അറോറയോ? അത് ആരാണ് മിസ് കാറ്റ്സുമേ? വിച്ച് ഓഫ് കാവൽറ്റി അറോറ. ഇവൾ ഈ ലോകത്തിൽ ഒരു പ്രാവശ്യം വന്നതിന് ശേഷം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിസ് കാറ്റ്സുമേ അവളെ പറ്റി തനിക്ക് അതിനറിയാം. അത് ഞാൻ ഒരു സ്റ്റോറി റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ലോകത്തിനെ പറ്റിയുള്ള ജനറൽ നോളേജ് എല്ലാം എനിക്കറിയാം. ഇവൾ ഈ ലോകത്തിൽ ഒരുപാട് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്. അതെന്ത് ദുഷ്ടത്തരമെന്ന് മാത്രം ചോദിക്കരുത്, അത് എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ അറിയാവൂ. അപ്പോഴാണെങ്കിൽ ആ കിളവനോട് ഇവരൊക്കെ അവളെ പറ്റി ചോദിക്കുകയാണ്. അപ്പൊ കിളവൻ പറയാണ് എനിക്ക് അവളുടെ പേര് മാത്രമേ അറിയാവുള്ളൂ, പക്ഷെ മിസ് കാറ്റ്സുമയ്ക്ക് എന്നെ കാട്ടി അറിയാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം അറിയാം, ആ ഷാഡോ എന്ന് പറഞ്ഞാൽ അവന് ബാഡ് ലക്കാണ്. കാര്യം അറോറന് മുമ്പിൽ അവനെ പിടിച്ചിരിക്കാൻ പറ്റില്ല, കാരണം അറോറ ഒരു ഗോഡാണ്. ദൈവത്തെ തോപ്പിച്ച ഹ്യൂമൻ ഈ ലോകത്തിലെ ഇല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം അവനാണ് അറോറനെ ഇവിടെ സ്പോൺ ചെയ്തത്, അവനാണ് അറോറയുടെ അടുത്ത് ചാലഞ്ച് ചെയ്തത്. അപ്പോഴാണെങ്കിൽ അറോറ ഷാഡോയ്ക്ക് നേരെ ഒരുപാട് ബ്ലഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഷാഡോ എല്ലാവരും ബ്ലഡ് അറ്റാക്കും ഡോജ് ചെയ്ത് മാറുകയാണ്. സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ അറോറന്റെ അറ്റാക്കിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഷാഡോ ആണെങ്കിൽ ഇത്ര നേരം സർവൈവ് ചെയ്തു. അപ്പോഴാണെങ്കിൽ റോസ് പറയാണ് അവൾ ചെയ്യുന്ന ഒരു അറ്റാക്ക് പോലും ഷാഡോ ഡ്രസ്സിൽ പോലും തൊടുന്നില്ല. അല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ മിസ് അലക്സിയ? അപ്പോഴെങ്കിൽ അലക്സി പറയണം അതേ സത്യം തന്നെയാണ്. ഒരു സാധാരണ ഡാർക്ക് നൈറ്റ് ആയിരുന്നെങ്കിൽ അറോറന്റെ ആ ഒരു ബ്ലഡ് അറ്റാക്കിൽ അല്ലെങ്കിൽ അറോറനെ ആദ്യം കാണുമ്പോൾ തന്നെ പേടിച്ച് ഓടിപ്പോയി മരിച്ചേനെ. ഈ അറോറ അവളുടെ ബ്ലഡ് മാജിക്കിന്റെ കൂടെ തന്നെ ഒരു ചെയിൻ മാജിക് കൂടെ യൂസ് ചെയ്യുകയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹീറോ. നൈസ് ട്രൈ മിസ് അറോറ, പക്ഷേ ഇപ്പോഴല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒറ്റ വെട്ടിൽ അറോറനെ കഴുത്ത് വെട്ടിയിട്ട് അറോറനെ അവിടെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇതെന്താ ശരിയോ? ഒരു ഗോഡിനെ ഡിഫീറ്റ് ചെയ്തോ മിസ് അറോറ? അവിടെ ഇപ്പൊ ഡിഫീറ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നെട്ടുകയാണ്. പെട്ടെന്ന് ഷാഡോ അവളെ ഡിഫീറ്റ് ചെയ്തപ്പോൾ തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു പോർട്ടലും പിന്നെ ഒരു സ്പെല്ലും ക്രിയേറ്റ് ആവുകയാണ്. അത് മുമ്പത്തെ കാട്ടി ബിഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സ്പെല്ല് വരുന്ന കണ്ടുകൊണ്ട് ആൽഫയും ഡെൽറ്റ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആൽഫ പറയാണ് നിനക്ക് ഇഞ്ചുറി കിട്ടിയെന്ന് തോന്നുന്നു ഷാഡോ. അവിടെ വെച്ച് എപ്പിസോഡ് 11 എൻഡ് ആവുകയാണ്. വളരെ വലിയ ട്വിസ്റ്റിലാണ് എപ്പിസോഡ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇനി നമ്മളുടെ ആ ഒരു ആൽഫ ഒരു എനിമിയായിട്ട് മാറും. എപ്പിസോഡിന്റെ പോക്ക് കണ്ടിട്ട് ഇനി വരാൻ എപ്പിസോഡ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പിസോഡ്സ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമ്മൻസ് ഇൻഷാഡിന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ എപ്പിസോഡ് 12 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.